വിചാരിച്ചതുപോലെ തന്നെ തൂണും ചാരി കാലും നീട്ടി തലയ്ക്ക് കൈയും കൊടുത്ത് നന്ദൻ അവിടെ ഇരിപ്പുണ്ട്. അവനെ അങ്ങനെ കണ്ടതും അവളുടെ നെഞ്ചൊന്ന് വിലങ്ങി. താൻ ഇത്രയൊക്കെ സ്നേഹിച്ചിട്ടും അവനിപ്പോഴും അവൻ്റെ ആ പഴയ അവസ്ഥയിൽ തന്നെ നിൽക്കുകയാണെന്ന ചിന്ത അവളെ വല്ലാതെ വേദനിപ്പിച്ചു. അവൻ്റെ അരികിലേക്ക് നടക്കാനൊരുങ്ങിയ അവൾ പിന്നെ എന്തോ ഓർത്തതുപോലെ മുറിയിലേക്ക് തന്നെ തിരിച്ചു നടന്നു. രാത്രി അത്താഴത്തിനുള്ള സമയമായിട്ടും നന്ദനെയും ദേവയെയും കാണാതെ മുകളിലേക്ക് കയറി വന്നതാണ് അമ്മ. അച്ചു നേരത്തെ വന്നപ്പോൾ പറഞ്ഞിരുന്നു, ഏട്ടത്തിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, ഒന്ന് കിടന്നാൽ മതിയെന്ന് പറഞ്ഞെന്ന്. അതുകൊണ്ട് ശല്യപ്പെടുത്തേണ്ട, നന്നായൊന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് അമ്മ കരുതി. അമ്മ നേരെ ചെന്നത് മുറിയിലേക്കാണ്. വാതിൽ അടഞ്ഞു കിടപ്പുണ്ട്. പതിയെ വാതിൽ തുറന്നതും സീറോ ബൾബിൻ്റെ വെളിച്ചം മാത്രമേ മുറിയിൽ ഉള്ളെന്ന് കണ്ടു. ലൈറ്റ് ഓൺ ചെയ്ത് അവളെ ശല്യം ചെയ്യേണ്ടെന്ന് കരുതി ലൈറ്റ് ഓണാക്കിയില്ല. കട്ടിലിൽ കിടക്കുന്ന ദേവയ്ക്കരികിൽ അമ്മ ചെന്ന് ഇരുന്നു. നിഷ്കളങ്കമായി കിടന്നുറങ്ങുകയാണ് അവൾ. കൺപോളകൾ ഇടുങ്ങിക്കിടക്കുന്നത് നന്നായി മനസ്സിലാകുന്നുണ്ട്. അവർക്ക് അവളോട് വല്ലാത്ത അലിവും സ്നേഹവും തോന്നി. നെറുകിലൂടെയൊന്ന് തലോടിയ ശേഷം അവരെഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. അമ്മ മുറിയിൽ നിന്നും പോയെന്ന് മനസ്സിലായതും അവൾ പതിയെ കണ്ണു തുറന്നു. അവളുടെ കണ്ണുകൾ എന്തിനോ നിറഞ്ഞൊഴുകിയിരുന്നു ആ സമയം. വെറുതെ കണ്ണടച്ച് കിടന്നതേ ഉണ്ടായിരുന്നുള്ളൂ അവൾ. അതുകൊണ്ട് തന്നെ അമ്മ വന്നതും നെറുകിൽ തലോടിയതുമെല്ലാം അറിഞ്ഞിട്ടുണ്ട്. തലയിണയിൽ മുഖം ചേർത്ത് വെച്ച് മച്ചും നോക്കി വെറുതെ അവൾ അങ്ങനെ കിടന്നു. അപ്പോഴും കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടേയിരുന്നു. മുറിയിൽ നിന്നിറങ്ങിയ അമ്മ നേരെ ചെന്നത് ബാൽക്കണിയിലേക്കാണ്. താഴേക്ക് അവൻ ഇറങ്ങി വരാത്തതുകൊണ്ട് തന്നെ അവൻ ബാൽക്കണിയിലുണ്ടാകുമെന്ന് അമ്മയ്ക്ക് തോന്നി. അമ്മയുടെ തോന്നൽ തെറ്റിയില്ല. അവൻ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അവനെ കണ്ട അമ്മയൊന്ന് ഞെട്ടി. എന്തോ ഒരു ആവലാതിയും വെപ്രാളവും അമ്മയുടെ ഉള്ളിൽ നിറഞ്ഞു വന്നു. തലയ്ക്ക് കൈയും കൊടുത്ത് തൂണും ചാരിയാണ് അവനിരിക്കുന്നത്. നീട്ടിവെച്ചിരിക്കുന്ന കാൽ ടെൻഷൻ കൊണ്ടോ ദേഷ്യം കൊണ്ടോ എന്ന പോലെ പതിയെ വിറപ്പിക്കുന്നുണ്ട്. തലവേദനയാണെന്നും പറഞ്ഞ് വൈകുന്നേരം മുതൽ മുറിയിൽ കയറി കിടക്കുന്ന ദേവയുടെ മുഖം അവരുടെ ഉള്ളിലേക്ക് കടന്നു വന്നു. കരഞ്ഞെന്ന വണ്ണം വീർത്തു കിടക്കുന്ന അവളുടെ കണ്ണുകൾ. നന്ദനും വളരെ അസ്വസ്ഥനാണ്. ഇനി ഇവർ രണ്ടുപേരും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ? എൻ്റെ ദൈവമേ, ഇനിയും ഞങ്ങളെ പരീക്ഷിക്കരുതേ. അമ്മ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിച്ചു പോയി. മോനെ നന്ദ. അമ്മ പതിയെ അവൻ്റെ തോളിൽ കൈവച്ച് വിളിച്ചതും അവൻ ഞെട്ടി കണ്ണു തുറന്നു. എന്തു പറ്റി നന്ദ? അവൻ്റെ മുഖത്തെ വെപ്രാളം കണ്ട് അമ്മ ആവലാതിയോടെ ചോദിച്ചു. ഏയ് ഒന്നുമില്ല. അമ്മ എന്താ വന്നേ? അവൻ മുഖമൊന്ന് അമർത്തി തുടച്ചുകൊണ്ട് ചോദിച്ചു. എന്തിനാ വന്നതെന്നോ? എന്തെങ്കിലും കഴിക്കണ്ടേ? സമയം എത്രയായി എന്നാ? മോളാണെങ്കിൽ വൈകുന്നേരത്തെ ചായയും കുടിച്ചിട്ടില്ല. തലവേദനയാണെന്നും പറഞ്ഞ് വന്നപ്പോൾ കയറി കിടന്നതാ, അമ്മ പറഞ്ഞു. ദേവയ്ക്ക് തലവേദനയാണെന്ന് അമ്മ പറഞ്ഞതു കേട്ട് അതുവരെ തോന്നിയ ചിന്തകളെല്ലാം മാറിപ്പോകുന്നത് നന്ദൻ അറിഞ്ഞു. മുറിയിലേക്ക് കയറി വന്നപ്പോൾ തന്നെ തലയിണയും തലയ്ക്ക് മുകളിൽ വെച്ച് കമിഴ്ന്നു കിടന്നവളെ അവൻ ഓർമ്മ വന്നു. തലവേദനയോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. പറഞ്ഞുകൊണ്ട് അവൻ മുൻപോട്ട് നടക്കാനൊരുങ്ങിയതും അമ്മ അവൻ്റെ കയ്യിൽ പിടിച്ചു. നിനക്കെന്താ നന്ദ? എന്തേലും ടെൻഷനുണ്ടോ? അമ്മ ചോദിച്ചു. അത് അമ്മേ, ഓഫീസിൽ പുതിയതായി നമുക്ക് കിട്ടാനിരുന്ന പ്രൊജക്റ്റ് നമ്മുടെ ഓഫീസിൽ തന്നെ ഒരാൾ മരിച്ചു. ഇന്നലെയാണ് അത് അറിഞ്ഞത്. ഇപ്പോഴെങ്കിലും അത് അറിഞ്ഞത് നന്നായി. എന്ത് ചെയ്തിട്ടാണേലും അതെങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണം. ഓഫീസിൽ നിന്ന് ഒരു കോൾ വന്നപ്പോൾ അതും കൊണ്ട് ഞാനിങ്ങ് വന്നു. പിന്നെ അതും ആലോചിച്ച് ഞാൻ അങ്ങനെ ഇരുന്നു പോയതാ, അവൻ പറഞ്ഞു. അതിന് അമ്മയൊന്ന് അവനെ നോക്കി പതിയെ ചിരിച്ചു. പ്രശ്നങ്ങളൊക്കെ ശരിയാകും മോനെ. പക്ഷേ അതിനിടയിൽ നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ മറന്നു പോകരുത്. അവരുടെ വേദനയും വിഷമങ്ങളും മറന്നു പോകരുത്. ദേവു മിടുക്കിയാണ്. നിന്റെ എല്ലാ പ്രശ്നങ്ങളിലും അവൾ നിന്റെ കൂടെയുണ്ടാകും. ചെന്ന് അവളെയൊന്ന് നോക്ക്. അവൾക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്ക്. എന്നിട്ട് അവളെയും കൂട്ടി താഴേക്ക് വാ. പറഞ്ഞുകൊണ്ട് അമ്മ താഴേക്ക് നടന്നു. അവർ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ലെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അമ്മയ്ക്ക് പാതി ആശ്വാസമായിരുന്നു. അമ്മ പോയതും നന്ദൻ വേഗം മുറിയിലേക്ക് ചെന്നു.
മുറിയിൽ ഇപ്പോഴും സീറോ ബൾബ് തന്നെയാണ് കത്തുന്നത്. അവൾക്ക് പ്രയാസം തോന്നിയാലോ എന്ന് കരുതി അവനും ലൈറ്റ് ഓൺ ചെയ്തില്ല. അവൻ വരുന്നത് അറിഞ്ഞ അവൾ വേഗം കണ്ണുകൾ അടച്ചു കളഞ്ഞു. അവൻ വേഗം അവൾക്കരികിൽ ചെന്നിരുന്നു. പിന്നെ പതിയെ അവളുടെ നെറുകിലൂടെ ഒന്ന് തലോടി. അവളുടെ സങ്കടം ഒന്നുകൂടെ കൂടി. അപ്പച്ചി പറഞ്ഞത് അവൾ ഓർത്തു. ഇല്ല, അപ്പച്ചി വെറുതെ പറഞ്ഞതാ. അപ്പച്ചിക്ക് ഒന്നും അറിയില്ല. നന്ദേട്ടന് എന്നെയാണിഷ്ടം. നന്ദേട്ടനെ ചതിച്ച് മറ്റൊരാളുടെ കൂടെ പോയ ആ മായയെ ഓർക്കുന്നു പോലും ഉണ്ടാകില്ല. ഇനി അപ്പച്ചി പറഞ്ഞതുപോലെ, പണ്ട് നന്ദേട്ടൻ പറഞ്ഞതുപോലെ താൻ വെറും ഒരു കൂട്ടുകാരി മാത്രമായിരിക്കുമോ? അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ നെഞ്ചു വിങ്ങി. കണ്ണുകൾ നിറഞ്ഞൊഴുകിയ കണ്ണുകൾ അവൻ കാണാതിരിക്കാൻ അവൾ പെട്ടെന്ന് തലയിണയിലേക്ക് മുഖം പൂഴ്ത്തി ഉറക്കത്തിലെന്ന പോലെ തിരിഞ്ഞുകിടന്നു. ദേവാ, എഴുന്നേറ്റേ. അവൻ അവളെ പതിയെ തട്ടി വിളിച്ചു. 2 പ്രാവശ്യം തട്ടി വിളിച്ചപ്പോഴാണ് അവൾ കണ്ണു തുറന്നത്. തലവേദനയാണോ ദേവാ? ഡോക്ടറെ കാണാൻ പോണോ? വാ, എഴുന്നേറ്റേ, നോക്കട്ടെ, അവൻ അവളോട് പറഞ്ഞു. അവൻ്റെ സ്വരത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആവലാതി അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. തന്നെക്കുറിച്ചോർത്ത് അവൻ ആവലാതിപ്പെടുന്നുവെന്നത് അവളുടെ ഉള്ളത്തിൽ വല്ലാത്തൊരു തണുപ്പ് പടർത്തി. എന്നാൽ അതേസമയം അതൊരു കൂട്ടുകാരിയോടെന്ന കരുതലാണോ എന്നവൾ സങ്കടപ്പെടുകയും ചെയ്തു. അവൾ ആ ഇരുട്ടിലും അവൻ്റെ മുഖത്തേക്ക് തന്നെ ഒന്നും മിണ്ടാതെ നോക്കിക്കിടക്കുകയാണ്. അവളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ അവന് കാണാമായിരുന്നു. അവൻ അവൾക്ക് മുകളിലൂടെ കിടക്കയിലേക്കൊന്ന് ചാഞ്ഞുകൊണ്ട് വേഗത്തിൽ ലൈറ്റിട്ടു. തൻ്റെ മേലേക്ക് ചാഞ്ഞു വന്ന അവൻ്റെ ശരീരവും നിശ്വാസവും അവളെ ചുട്ടുപൊള്ളിച്ചു. അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു കളഞ്ഞു. പിന്നെ പതിയെ കണ്ണു തുറന്നു. അവളുടെ ചുവന്ന് ഇടുങ്ങിയ കണ്ണുകളിലാണ് അവൻ്റെ നോട്ടം ആദ്യം ചെന്ന് നിന്നത്. അവൻ ആവലാതിയോടെ അവൾക്കരികിലേക്ക് ഇരുന്നു. എന്താ ദേവാ, എന്താ പറ്റിയത്? കണ്ണൊക്കെ ആകെ വല്ലാതെയായിരിക്കുന്നു. പനിക്കുന്നുണ്ടോ? അവളുടെ നെറ്റിയിലും കഴുത്തിലും തൊട്ടു നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. അവളൊന്നും പറയാതെ അവനെ തന്നെ നോക്കിയിരിക്കുകയാണ്. അവൻ്റെ ആ കൈച്ചൂടിൽ പതുങ്ങിയിരിക്കാൻ തോന്നുന്നത് പോലെ. എന്താ ഒന്നും പറയാത്തേ? അവൻ വീണ്ടും ചോദിച്ചു. അതൊന്നുമില്ല, ചെറിയൊരു തലവേദന. നന്ദേട്ടൻ എപ്പോഴാ വന്നേ? എന്തേലും കഴിച്ചോ? അവൾ അടഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു. കരഞ്ഞു കരഞ്ഞ് അവളുടെ ശബ്ദം അടഞ്ഞു പോയിരുന്നു. താൻ കരഞ്ഞോ? തൻ്റെ ഒച്ചയെന്താ ഇങ്ങനെ? അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അതൊന്നുമില്ല. നന്ദേട്ടൻ വന്നിട്ട് എന്തേലും കഴിച്ചിരുന്നോ? അവൾ വീണ്ടും ചോദിച്ചു. ഇല്ല. അവളുടെ മുഖത്തു നിന്നും കണ്ണെടുക്കാതെ തന്നെ അവൻ പറഞ്ഞു. എന്താ എന്നെ വിളിക്കാതിരുന്നേ? വാ, വന്നേ, അത്താഴം കഴിക്കാം. ഞാനൊന്ന് മുഖമൊക്കെ കഴുകിയിട്ട് വരാം. പറഞ്ഞുകൊണ്ട് അവൾ ബാത്റൂമിലേക്ക് നടക്കാൻ പോയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു. അവൾ അവനെ തിരിഞ്ഞു നോക്കി. എടോ, താൻ ഓക്കെ അല്ലേ? അവൻ ചോദിച്ചു. അതിന് അവളൊന്നും പറഞ്ഞില്ല. വെറുതെയൊന്ന് ചിരിച്ചെന്ന് വരുത്തിക്കൊണ്ട് ബാത്റൂമിലേക്ക് നടന്നു. അവളുടെ നെഞ്ചാകെ കലങ്ങി മറിയുന്നുണ്ടായിരുന്നു. ആ നെഞ്ചിലേക്ക് വീണ് അവനെ ഇറുക്കെ പുണർന്നുകൊണ്ട്, നന്ദേട്ടൻ എൻ്റേതാണ്, എനിക്ക് വേണമെന്നൊക്കെ പറയണമെന്നുണ്ട്. എന്നെയും ഇതുപോലെ തിരിച്ചൊന്ന് സ്നേഹിക്കാമോ എന്ന് ചോദിക്കണമെന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ സാധിക്കുന്നില്ല. കുറച്ച് സമയം വേണമെന്നല്ലേ പറഞ്ഞത്? അതുവരെ കൂട്ടുകാരിയായിട്ടിരിക്കാമെന്നല്ലേ പറഞ്ഞത്? എന്തൊരു കഷ്ടമാണിത് ദൈവമേ! സ്വന്തമായി കയ്യിൽ കിട്ടിയിട്ടും മനസ്സറിഞ്ഞൊന്ന് സ്നേഹിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് തണുത്ത വെള്ളത്തിൽ അവൾ മുഖം കഴുകിക്കൊണ്ടിരുന്നു. അവൾ ബാത്റൂമിലേക്ക് കയറുന്നതും വാതിലടയുന്നതും നോക്കി അവൻ ബെഡിൽ അങ്ങനെ ഇരുന്നു. എന്തോ എല്ലാം കൂടി തല പെരുത്തു കയറുന്നുണ്ട്. അവൻ കണ്ണുകൾ അടച്ചു പിടിച്ചുകൊണ്ട് അല്പസമയം അങ്ങനെയിരുന്നു. ദേവ ബാത്റൂമിൻ്റെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടാണ് നന്ദൻ കണ്ണു തുറന്നത്. അവൻ അവളെ തന്നെയൊന്ന് നോക്കി. അവളുടെ കണ്ണുകൾ വീണ്ടും കലങ്ങിയിരിക്കുന്നു. അവനൊന്ന് നെടുവീർപ്പിട്ടു. പോവാം നന്ദേട്ടാ, അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞുകൊണ്ട് അവൾ വേഗം മുറുക്കി പുറത്തേക്ക് നടന്നതും അവനും അവൾക്ക് പിറകെ ചെന്നു. അവർ താഴേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ഹാളിൽ എല്ലാവരുമുണ്ട്. തലവേദന എങ്ങനെയുണ്ട് മോളെ? കുറവുണ്ടോ? ഡോക്ടറെ കാണിക്കണോ? കണ്ണൊക്കെ ആകെ വല്ലാതെയായിരിക്കുന്നു.
അമ്മ വേഗത്തിൽ അവൾക്കരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. അതിനു മാത്രം ഒന്നുമില്ല അമ്മേ, ഇപ്പോൾ കുറവുണ്ട്. അവൾ അവരെ നോക്കി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ഇതെന്താ പെട്ടെന്നൊരു തലവേദന? മോള് ചായ കുടിക്കാൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് കയറിപ്പോയതല്ലേ? വല്യമ്മയും അവിടേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. അത് പെട്ടെന്നാ വന്നത്, അവൾ പതിയെ പറഞ്ഞു. അങ്ങനെയൊക്കെ വരാറുണ്ടോ? വല്യമ്മ വീണ്ടും ചോദിച്ചു. ആദ്യം ഇടയ്ക്ക് വരാറുണ്ടായിരുന്നു, ഇപ്പോൾ കുറേയായി വന്നിട്ട്, അവൾ പറഞ്ഞു. അച്ചു പറഞ്ഞു മോളെ വിളിക്കേണ്ട, മോള് ഉറങ്ങാൻ പോവാണെന്ന്. അതാ വിളിച്ച് ശല്യം ചെയ്യാതിരുന്നേ. അത് സാരില്ല വല്യമ്മേ. അപ്പച്ചിയും അപർണയും ഹാളിൽ തന്നെ ഇരിപ്പുണ്ട്. അവർ രണ്ടുപേരും പുച്ഛം കലർന്നൊരു ചിരിയോടെ ദേവയെ നോക്കുന്നുണ്ട്. പെട്ടെന്ന് തിരിഞ്ഞ നന്ദൻ കൃത്യമായി അത് കണ്ടു. അവൻ ദേവയെ ഒന്ന് നോക്കി. അവരുടെ മുഖത്തേക്ക് നോട്ടമായി പോകാതിരിക്കാൻ അവൾ ആവുന്നതും ശ്രമിക്കുന്നുണ്ട്. അവൻ്റെ കണ്ണുകളൊന്ന് ചുരുങ്ങി. അവരൊക്കെ കഴിച്ചു, ഇനി നമ്മളേ ഉള്ളൂ, ചെറിയമ്മ പറഞ്ഞുകൊണ്ട് വിളമ്പാൻ തുടങ്ങി. ഇപ്പോൾ കുറവുണ്ടോ ഏട്ടത്തി? നേരത്തെ കണ്ണൊക്കെ കണ്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി. ഞാൻ പറഞ്ഞതല്ലേ നമുക്ക് ഡോക്ടറെ കാണിച്ച് വരാമെന്ന്. കണ്ടോ, കണ്ണൊന്നും ഇപ്പോഴും ശരിയായിട്ടില്ല. അച്ചു പറഞ്ഞതും നന്ദൻ അവരെ തന്നെ ഒന്ന് നോക്കി. അതൊക്കെ മാറിപ്പോയി അച്ചു. അല്ല, നിങ്ങൾ കഴിച്ചോ എന്നിട്ട്? ദേവ ഒരു നേർത്ത പുഞ്ചിരിയോടെ ചോദിച്ചു. ഏയ്, ഏട്ടത്തി വരാതെ ഞങ്ങൾ കഴിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇനിയും വന്നില്ലായിരുന്നേൽ ഞങ്ങൾ വന്ന് പൊക്കിയെടുത്തിങ്ങ് കൊണ്ടുപോന്നേനെ, അപ്പു പറഞ്ഞു. അതിന് ദേവയൊന്ന് വെറുതെ ചിരിച്ചതേയുള്ളൂ. അല്ലെങ്കിൽ അതിനുള്ള മറുപടി അവൾ കൊടുത്തേനെ. അതറിയുന്നതുകൊണ്ട് തന്നെ എല്ലാവരും അവളെയൊന്ന് നോക്കി. പാവം, തലവേദനയായിട്ടാകും അവരെല്ലാം കരുതി. എന്നാൽ നന്ദൻ്റെ ഉള്ളിൽ മാത്രം എന്തൊക്കെയോ വ്യക്തതയില്ലാത്ത ചോദ്യങ്ങൾ കിടന്ന് അവൻ്റെ സമാധാനം കളയുകയായിരുന്നു. അച്ഛനും വല്യച്ഛനും ചെറിയച്ഛനുമൊക്കെ കഴിക്കാനിരുന്നപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അപ്പച്ചിയും അപർണയും കയറി ഇരുന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അമ്മമാരും ഇവരും മാത്രമേയുള്ളൂ. അച്ചു എപ്പോഴത്തെയും പോലെ അപ്പു വാരിക്കൊടുക്കുന്നതും കഴിച്ച് ഇരിപ്പുണ്ട്. കെട്ടിക്കാനുള്ള പ്രായമായി, എന്നിട്ടും പെണ്ണിൻ്റെ കൊഞ്ചല് ഇതുവരെ മാറിയിട്ടില്ല. ചെറിയമ്മ അവരെ കണ്ട് പറയുന്നുണ്ട്. അതിന് അച്ചു അവരെ നോക്കിയൊന്ന് ഇളിച്ചു കാട്ടി. അപ്പുവിൻ്റെ മുഖത്ത് പിന്നെ ചിരിയാണ്. ദേവയും അവർക്കിടയിൽ ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നന്ദന് മാത്രം മനസ്സറിഞ്ഞ് ചിരിക്കാൻ കഴിയുന്നില്ല. ഓഫീസിലെ ടെൻഷൻ അതുണ്ട്. അതിൻ്റെ കൂടെ ദേവയെ ആലോചിക്കുമ്പോൾ വേറെയും എന്തോ ഇതൊരു വെറും തലവേദന അല്ലെന്ന് ഉള്ളം പറയുന്നു. ആണെങ്കിൽ അത് ദേവയുടെ കണ്ണുകളിൽ നോക്കിയാൽ മനസ്സിലാവുമായിരുന്നു. ഇതിപ്പോൾ തന്നിൽ നിന്നും എന്തൊക്കെയോ ഒളിക്കാൻ ശ്രമിക്കുന്നത് പോലെ. അവനാകെ തല പെരുത്തു കയറുന്നുണ്ടായിരുന്നു. ചായ കുടിക്കാൻ വേണ്ടി മോളെ വിളിക്കാൻ വരുമ്പോഴാ രാധ പറഞ്ഞേ മോൾക്ക് തലവേദനയാണെന്ന്. രാധ നോക്കുമ്പോൾ ഈ കുട്ടി ബാൽക്കണിയിൽ നിൽക്കുകയായിരുന്നെന്ന്. എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ തലവേദനയാണ്, ഉറങ്ങണമെന്നും പറഞ്ഞ് മുറിയിൽ കയറി വാതിലടച്ചെന്ന്. എന്താ മോളെ, സ്കൂളിലെങ്ങാനും എന്തേലും പ്രശ്നമുണ്ടോ? അതാലോചിച്ചാണോ മോൾക്ക് തലവേദന വന്നേ? എന്നാലും വന്നപ്പോൾ ഒരു കുഴപ്പവും ഇല്ലായിരുന്നല്ലോ, വല്യമ്മ കഴിക്കുന്നതിനിടയിൽ പറഞ്ഞു. അതുകേട്ട് ദേവ ഹാളിലെ സെറ്റിയിലിരിക്കുന്ന അപ്പച്ചിയെ ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ നിന്നും തന്നെ മനസ്സിലാവും അപ്പച്ചി പറഞ്ഞത് കള്ളമാണെന്ന്. അവൾ വേഗം അവരിൽ നിന്നും നോട്ടം മാറ്റിക്കളഞ്ഞു. ഇതെല്ലാം കണ്ടുനിന്ന നന്ദന് ഈ തലവേദനയുടെ ഉറവിടം എവിടെ നിന്നാണെന്ന് മനസ്സിലായി. ഇനി എപ്പോൾ, എങ്ങനെ, എന്തിന് എന്നൊക്കെ അറിഞ്ഞാൽ മതി. ആലോചിച്ചു കൊണ്ടിരിക്കെ തന്നെ നന്ദൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു അസ്വസ്ഥതയും അപ്പച്ചിയോട് ദേഷ്യവും തോന്നി. എത്ര പറഞ്ഞാലും ഇവർക്ക് മനസ്സിലാവില്ലെന്നുണ്ടോ? എന്തിനാണ് തൻ്റെ ജീവിതത്തിൽ കയറി ഇവരിങ്ങനെ സമാധാനം കെടുത്തുന്നത്? എന്തൊക്കെയോ കഴിച്ചെന്ന് വരുത്തി നന്ദൻ എഴുന്നേറ്റു. നന്ദന് പിറകെ തന്നെ അവളും. പാത്രങ്ങളെല്ലാം എടുക്കാൻ പോയ അവളെ അമ്മമാർ തടഞ്ഞു. മോളിനി ഒന്നും ചെയ്യാൻ വരേണ്ട, ഇത് ഞങ്ങൾക്കുള്ളതേ ഉള്ളൂ. പിന്നെ വയ്യെങ്കിൽ പറയണം, നമുക്ക് ഡോക്ടറെ കാണിക്കാം. ഇപ്പോൾ മരുന്ന് എന്തേലും വേണോ? അമ്മ കടുപ്പത്തിൽ ഒരു കാപ്പിയോ ചായയോ ഇട്ട് തരട്ടെ, അമ്മ അവളോട് ചോദിച്ചു. അവരുടെ ചോദ്യവും പറച്ചിലും കേട്ട് അവൾക്ക് ഒത്തിരി സങ്കടം വരുന്നുണ്ടായിരുന്നു. പക്ഷേ അവരുടെ സ്നേഹം കണ്ടിട്ടുള്ള സന്തോഷം കൊണ്ടാണെന്ന് മാത്രം. അവൾ പാത്രം കഴുകാമെന്ന് ഒത്തിരി പറഞ്ഞെങ്കിലും അവരതിന് സമ്മതിച്ചില്ല.
അവൾ മുറിയിലേക്ക് പോകാമെന്നാണ് ആദ്യം കരുതിയത്. പിന്നെ എന്തോ തോന്നി അവൾ ഉമ്മറത്തേക്ക് തന്നെ നടന്നു. അത്താഴം കഴിച്ചു കഴിഞ്ഞാൽ അല്പസമയം നന്ദൻ മുറ്റത്തുകൂടെ നടക്കും. ആ സമയം അവനെയും നോക്കി ദേവ ഉമ്മറത്തിരിപ്പാണ് പതിവ്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ട് അവളും അവൻ്റെ ഒപ്പം നടക്കും. ദേവ പതിയെ ഉമ്മറത്തെ പടിയിൽ വന്നിരുന്നു. നന്ദനെ നോക്കിയാണ് ഇരിപ്പെങ്കിലും അവളുടെ മനസ്സ് ഇവിടെയൊന്നുമല്ലെന്ന് ആർക്കും ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും. നടക്കുന്നതിനിടയിൽ നന്ദൻ ഇടയ്ക്കിടയ്ക്ക് അവളെയൊന്ന് നോക്കി. ഇപ്പോൾ ദൂരേക്കെങ്ങോ നോക്കിയാണ് ഇരിക്കുന്നത്. അവൻ നടത്തം മതിയാക്കി അവൾക്കരികിലേക്ക് ചെന്നു. വാ, തണുപ്പടിച്ച് ഉള്ള തലവേദന കൂട്ടേണ്ട, നന്ദൻ പറഞ്ഞു. പക്ഷേ ദേവ അവൻ പറഞ്ഞതൊന്നും അറിഞ്ഞിട്ടില്ല. ദേവ, അവനൊന്നുറക്കെ വിളിച്ചതും അവൾ ഞെട്ടിയുണർന്നു. എന്താ എന്താ നന്ദേട്ടാ, അവൾ ചോദിച്ചു. അവൻ അവളെയൊന്ന് നോക്കി. ഞാൻ ചോദിച്ചത് നീ കേട്ടില്ലേ ദേവ? അവളുടെ മുഖത്തു നിന്നും നോട്ടം മാറ്റാതെ തന്നെ അവൻ വീണ്ടും ചോദിച്ചു. സോറി, ഞാൻ പെട്ടെന്ന് വേറെ എന്തോ ആലോചിച്ച്. നന്ദേട്ടൻ എന്താ ചോദിച്ചേ? അവളൊരു പതർച്ചയോടെ ചോദിച്ചു. അവൻ അവളുടെ മുഖത്തേക്ക് തന്നെയൊന്ന് സൂക്ഷിച്ചു നോക്കി. ഇവിടെ ഇങ്ങനെ ഇരുന്ന് തണുപ്പടിച്ച് വെയ്യായ്ക കൂട്ടേണ്ട, വാ അകത്തേക്ക് പോകാം, വന്നേ, അവൻ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നു. അവന് പിന്നാലെ തന്നെ അവളും അകത്തേക്ക് ചെന്നു. അവൾ കൂടി അകത്തേക്ക് കയറിയതും അവൻ ഉമ്മറത്തെ വാതിലടച്ചുകൊണ്ട് തിരിഞ്ഞതും ഹാളിൽ നിൽക്കുന്ന അമ്മയെയാണ് കണ്ടത്. അവൻ അമ്മയെ നോക്കിയൊന്ന് ചിരിച്ചു. ഞങ്ങൾ കിടക്കാൻ പോവുക, അമ്മയും ചെന്ന് കിടന്നോ, പറഞ്ഞുകൊണ്ട് അവൻ മുകളിലേക്കുള്ള പടി കയറി. പിന്നെയൊന്ന് തിരിഞ്ഞു നോക്കി. ഗുഡ് നൈറ്റ് അമ്മേ. അവൾ ചെന്ന് അമ്മയുടെ കവിളിലൊന്ന് ഉമ്മ വെച്ചു. അമ്മ സ്നേഹത്തോടെ അവളുടെ നെറുകിലൂടെ ഒന്ന് തലോടി. നന്ദൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അതാണ് കണ്ടത്. അവനൊരു നിശ്വാസത്തോടെ ബാക്കി പടി കൂടി കയറി. മുറിയിലെത്തിയതും നന്ദൻ ഒന്നും പറയാതെ ബാത്റൂമിലേക്ക് കയറി. അവൾ അടഞ്ഞുകിടക്കുന്ന ബാത്റൂമിൻ്റെ വാതിലിലേക്ക് നോക്കി അങ്ങനെ നിന്നു. നന്ദേട്ടന് ഇതെന്തു പറ്റി? നേരത്തെ ഉണ്ടായിരുന്ന ആ മയം ഇപ്പോഴില്ലല്ലോ, അവൾ ചിന്തിച്ചു. അപ്പച്ചി പറഞ്ഞതുപോലെ നന്ദേട്ടൻ മായയെ ഓർക്കുന്നുണ്ടാകുമോ? അതുകൊണ്ടാണോ നന്ദേട്ടൻ ആകെ വല്ലാതിരിക്കുന്നത്? ബാത്റൂമിൻ്റെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് അവൾ അവനെ നോക്കി. അവനൊന്നും പറയാതെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നതും നേരെ കട്ടിലിലേക്ക് കയറിക്കിടന്നു. അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി. അവനെ ഒന്ന് നോക്കിയ ശേഷം അവളും ബാത്റൂമിൽ പോയി ഫ്രഷായി വന്നു. കണ്ണിനു മുകളിൽ കൈവച്ചുകൊണ്ട് നന്ദൻ കിടക്കുന്നുണ്ട്. മറുകൈ നെഞ്ചത്തും വെച്ചിരിക്കുന്നു. കാലുകൾ ഇപ്പോഴും വിറപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അവനെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾ അവൻ്റെ അരികിലൂടെ കട്ടിലിൻ്റെ മറുവശത്തേക്ക് കയറിക്കിടന്നു. ശേഷം ലൈറ്റ് ഓഫ് ചെയ്ത് സീറോ ബൾബ് ഓണാക്കി. ചുമരിന് നേരെ തിരിഞ്ഞാണ് അവൾ കിടക്കുന്നത്. നെഞ്ചാകെ കലങ്ങി മറിയുന്നുണ്ട്. വല്ലാതെ വേദനിക്കുന്നുണ്ട്. എൻ്റേതാണെന്നും എനിക്ക് വേണമെന്നും പറഞ്ഞ് ആ നെഞ്ചോട് ചേർന്ന് കിടക്കാൻ അതിയായ കൊതി തോന്നുന്നുണ്ട്. പക്ഷേ എന്തു ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റാത്ത ഈ അവസ്ഥയെക്കുറിച്ച് ഓർത്തുകൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എങ്കിലും എൻ്റേതല്ലേ, ഇപ്പോൾ ഞാനുള്ളപ്പോൾ ഇനി ആർക്കും അവകാശം പറഞ്ഞു വരാൻ പറ്റില്ലല്ലോ. പിടയുന്ന മനസ്സിനെ അങ്ങനെ സമാധാനിപ്പിച്ചുകൊണ്ട് അവൾ അവളുടെ നെഞ്ചോട് ചേർന്നു കിടക്കുന്ന താലിയിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് കിടന്നു. സമയം പതിയെ കടന്നുപോയി. ദേവാ. അല്പസമയം കഴിഞ്ഞതും അവൻ പതിയെ വിളിച്ചു. അവൻ്റെ അത്രമേൽ നേർത്ത ശബ്ദം കേട്ട് അവൾ മൂളാൻ പോലും മറന്നുപോയി. ദേവാ, നീ ഉറങ്ങിയോ? അവൻ വീണ്ടും ചോദിച്ചു. ഇല്ല, അവൾ പതിയെ പറഞ്ഞു. തലവേദന ഇപ്പോൾ കുറഞ്ഞോ? ഇപ്പോൾ വേദനിക്കുന്നുണ്ടോ? അവൻ ചോദിച്ചു. ഇല്ല, കുറവുണ്ട്, അവൾ പതിയെ തന്നെ പറഞ്ഞു. അവനൊന്ന് കണ്ണടച്ച് തുറന്നു. അപ്പച്ചി എന്താ നിന്നോട് പറഞ്ഞത്? അവൻ ചോദിച്ചു. അവളൊന്നും പറഞ്ഞില്ല. എന്ത് പറയണമെന്ന് അവൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. അപ്പച്ചി നിന്റെ അരികിൽ വന്നിട്ടുണ്ട്. കാര്യമായിട്ടെന്തോ നിന്നോട് പറഞ്ഞിട്ടുമുണ്ട്. അതാണ് നിന്റെ തലവേദനയുടെ കാരണമെന്ന് എനിക്കറിയാം. അവരെന്തായാലും നല്ലതൊന്നും ആയിരിക്കില്ല നിന്നോട് പറഞ്ഞിട്ടുണ്ടാവുക. പറ, അവരെന്താ നിന്നോട് പറഞ്ഞത്? എനിക്കറിയണം. നേരത്തെ ഉണ്ടായിരുന്ന സൗമ്യത ഇപ്പോൾ ഇല്ലാത്തതുപോലെ. ഒന്നുമില്ല നന്ദേട്ടാ, അവൾ പതിയെ പറഞ്ഞു. ഇങ്ങോട്ട് തിരിഞ്ഞു കിടക്ക്, എന്നിട്ട് എന്നെ നോക്ക്, അവൻ പറഞ്ഞു. അപ്പോൾ അവൻ്റെ ശബ്ദം വീണ്ടും നേർത്തിരുന്നു. പക്ഷേ അവൾ അനങ്ങിയില്ല. അനങ്ങാൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം.
അവൾ അതേ കിടപ്പ് കിടന്നു. ഇങ്ങോട്ട് തിരിഞ്ഞു കിടക്ക് ദേവാ, അവൻ വീണ്ടും പറഞ്ഞതും അവൾ നിറഞ്ഞ കണ്ണുകൾ അവൻ കാണാതെ അമർത്തി തുടച്ചുകൊണ്ട് അവന് നേരെ തിരിഞ്ഞു കിടന്നു. പറ, അപ്പച്ചി എന്താ പറഞ്ഞത്? എന്തിനാ നീ ഇത്ര വിഷമിക്കുന്നത്? അവൻ വീണ്ടും ചോദിച്ചു. അവൻ ചോദിച്ചതും അവൾ അവനെ ഒന്ന് മുഖമുയർത്തി നോക്കി. പറ, എന്നോടല്ലേ? എന്തു വന്നാലും ഞാനില്ലേ കൂടെ? അവൻ വീണ്ടും പറഞ്ഞു. അതിൽ കൂടുതൽ പിടിച്ചു നിൽക്കാൻ അവൾക്കാകുമായിരുന്നില്ല. അവൾ നീങ്ങി വന്ന് അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് അവനെ ഇറുക്കെ പുണർന്നു. നന്ദനൊന്ന് ഞെട്ടി. ഒരു നിമിഷം അവൻ്റെ കൈകൾ അവളെ ചേർത്ത് പിടിക്കാൻ പോലും മറന്നുപോയി. വിങ്ങിപ്പൊട്ടി കരയുന്നുണ്ട് അവൾ. അവളുടെ ചുടു കണ്ണീർ വീണ് അവൻ്റെ നെഞ്ചാകെ നനഞ്ഞു. ആദ്യത്തെ ആ ഞെട്ടൽ മാറിയതും അവൻ്റെ കൈകളും അവളെ ചേർത്ത് പിടിച്ചു. കാര്യമായിട്ട് തന്നെ എന്തോ അപ്പച്ചി അവളോട് പറഞ്ഞിട്ടുണ്ട്. അത് അവളെ അത്രമേൽ മുറിവേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ലാതെ അവൾ ഇങ്ങനെ കരയില്ല. പക്ഷേ എന്തിനോ അപ്പോഴും അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി നിറഞ്ഞു നിന്നു. കല്യാണം കഴിഞ്ഞ ഏതോ ഒരു നിമിഷത്തിൽ എപ്പോഴോ അവളോട് പ്രണയം തോന്നി തുടങ്ങിയിരുന്നു. പക്ഷേ അത് തിരിച്ചറിഞ്ഞിട്ട് വളരെ കുറച്ചായിട്ടേയുള്ളൂ. ഇനി അധികം വൈകിപ്പിക്കാതെ അവളോട് തൻ്റെ ഇഷ്ടം തുറന്നു പറയണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഓഫീസിലെ പ്രശ്നം വന്നത്. അവൻ തൻ്റെ നെഞ്ചോട് ചേർന്ന് തന്നെ ഇറുക്കെ പുണർന്നു കിടക്കുന്ന അവളെയൊന്ന് നോക്കി. ഒരു കൈകൊണ്ട് അവളെ ചേർത്ത് പിടിച്ച് മറുകൈകൊണ്ട് അവളുടെ മുടിയിൽ പതിയെ തലോടിക്കൊണ്ടിരുന്നു. ഒത്തിരി സമയം കഴിഞ്ഞിട്ടും അവളുടെ കരച്ചിൽ നിൽക്കുന്നില്ല. മതി ദേവാ, ഇങ്ങനെ കരഞ്ഞാലോ? കരഞ്ഞു കരഞ്ഞ് എന്തെങ്കിലും വയ്യായ്ക വരും. അവൻ അവളോട് ഒരു ശാസന എന്ന പോലെ പറഞ്ഞു. എന്നിട്ടും അവൾക്ക് കരച്ചിൽ നിർത്താനുള്ള ഭാവമില്ല. പറഞ്ഞത് കേൾക്ക് ദേവാ, മതി കരഞ്ഞത്. അവൻ വീണ്ടും പറഞ്ഞു. ഇപ്പോൾ അവളുടെ കരച്ചിലൊന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പച്ചി പറയാ നന്ദേട്ടാ, നന്ദേട്ടന് എന്നെ ഒരിക്കലും സ്നേഹിക്കാൻ പറ്റില്ലെന്ന്. നന്ദേട്ടന് എന്നോട് ഒരിക്കലും ഇഷ്ടം തോന്നില്ലെന്ന്. നന്ദേട്ടൻ്റെ മനസ്സിൽ ഇപ്പോഴും മായയാണെന്ന്. നന്ദേട്ടൻ മായയെ അത്രയേറെ സ്നേഹിച്ചതുകൊണ്ട് നന്ദേട്ടന് ഒരിക്കലും മായയെ മറക്കാൻ പറ്റില്ലെന്നും ആ മായയുടെ സ്ഥാനത്തേക്ക് ഇനി എനിക്കെന്നല്ല ആർക്കും കടന്നു വരാൻ പറ്റില്ലെന്നും. പിന്നെ ഇന്ന് മായ നന്ദേട്ടനെ ഉപേക്ഷിച്ചു പോയ ദിവസമാണ്. അതുകൊണ്ട് നന്ദേട്ടൻ ഇന്ന് ഒത്തിരി സങ്കടപ്പെടുന്നുണ്ടെന്നും നന്ദേട്ടന് വേറെ ആരെയും സ്നേഹിക്കാൻ പറ്റില്ലെന്നും പുറമേ എല്ലാവരും നോക്കുമ്പോൾ മാത്രമാണ് ഞാൻ നന്ദേട്ടൻ്റെ ഭാര്യയെന്ന്, അല്ലാതെ നന്ദേട്ടന് ഒരിക്കലും എന്നെ സ്നേഹിക്കാൻ പറ്റില്ലെന്ന്. ആണോ നന്ദേട്ടാ? അങ്ങനെയാണോ? നന്ദേട്ടന് ഒരിക്കലും എന്നെ സ്നേഹിക്കാൻ പറ്റില്ലേ? നന്ദേട്ടൻ അന്ന് പെണ്ണ് കാണാൻ വന്നപ്പോൾ പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോഴും നന്ദേട്ടൻ്റെ കൂട്ടുകാരി മാത്രമാണോ? ഇനി അങ്ങോട്ടും നന്ദേട്ടൻ്റെ കൂട്ടുകാരി മാത്രമായിരിക്കുമോ ഞാൻ? നന്ദേട്ടൻ എന്നെ ഒരിക്കലും സ്നേഹിക്കില്ലേ? അതിനുള്ള ഒരു യോഗ്യതയും എനിക്കില്ലേ? പറഞ്ഞു ഇപ്പോൾ അവളുടെ കരച്ചിൽ ഒന്നുകൂടെ കൂടി. അവൻ ഒരു കൈകൊണ്ട് അവളെ ഒന്നുകൂടി ഇറുക്കെ ചേർത്ത് പിടിച്ചു. മറുകൈകൊണ്ട് അവളുടെ പുറത്ത് പതിയെ തട്ടിക്കൊടുത്തു. ഈ അപ്പച്ചി ഇതെന്തൊക്കെയാണ് ഇവളോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്? എനിക്ക് മായയെ മറക്കാൻ പറ്റില്ലെന്നോ? ഇപ്പോഴും ഞാൻ മായയാണ് സ്നേഹിക്കുന്നതെന്നോ? ഇവളെ എനിക്കൊരിക്കലും സ്നേഹിക്കാൻ പറ്റില്ലെന്നോ? അതെങ്ങനെ അപ്പച്ചിക്കറിയാം? മറ്റുള്ളവരുടെ സമാധാനവും സന്തോഷവും സ്വസ്ഥതയും ഒന്നും ഇല്ലാതാക്കിയില്ലെങ്കിൽ അപ്പച്ചിക്ക് ഒരു സമാധാനവും കിട്ടില്ല. ആലോചിക്കും തോറും അപ്പച്ചിയോട് അവന് വല്ലാത്ത ദേഷ്യം തോന്നി. പറ നന്ദേട്ടാ, നന്ദേട്ടൻ എന്നെ സ്നേഹിക്കില്ലേ? നന്ദേട്ടന് ഒരിത്തിരി പോലും ഇഷ്ടം എന്നോട് തോന്നുന്നില്ലേ? അവൾ അവൻ്റെ നെഞ്ചിൽ നിന്നും മുഖമുയർത്താതെ തന്നെ ചോദിച്ചു. ഒത്തിരി കരഞ്ഞതുകൊണ്ടായിരിക്കണം അവളുടെ ശബ്ദത്തിൻ്റെ താളം വരെ തെറ്റിയിട്ടുണ്ട്. ഏങ്ങലോടെ വാക്കുകൾ മുറിഞ്ഞാണ് അവൾ പറയുന്നത്. അങ്ങനെയൊന്നുമില്ല ദേവാ, അതൊക്കെ അപ്പച്ചി വെറുതെ പറയുന്നതാ. അവരാണോ ഇതൊക്കെ പറയേണ്ടത്? അവർക്കാണോ ഇതെല്ലാം അറിയുന്നത്? ഞാൻ ആരെയാണ് സ്നേഹിക്കേണ്ടതെന്ന് അവരാണോ തീരുമാനിക്കുന്നേ? അല്ലല്ലോ. നന്ദൻ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പച്ചിയുടെ കൂടെ അപർണയും ഉണ്ടായിരുന്നു. അവൾക്ക് നന്ദേട്ടനെ ഒത്തിരി ഇഷ്ടമായിരുന്നുവെന്ന്, നന്ദേട്ടനെ ഒത്തിരി ജീവനായിരുന്നുവെന്ന്. അവളുടെ ആ സ്ഥാനം തട്ടിയെടുത്തതിൻ്റെ ദേഷ്യമാ അവർക്ക് എന്നോട്, അവൾ പറഞ്ഞുകൊണ്ടിരുന്നു. അവൾ പറഞ്ഞത് കേട്ട് നന്ദൻ്റെ മുഖത്തൊരു പുച്ഛം നിറഞ്ഞു. തന്നെ ഇഷ്ടമാണെന്ന് പോലും, തന്നെ ജീവനാണ് പോലും. തൻ്റെ സ്വത്തുക്കളോടും തൻ്റെ സമ്പത്തിനോടും മാത്രമായിരുന്നു അവൾക്ക് എന്നും ഇഷ്ടം.
എന്നിട്ട് അതിനൊരു പേരും, പ്രണയം. അനിയത്തിയെപ്പോലെ കൊണ്ടു നടന്നവൾക്ക് ഏട്ടനെപ്പോലെ കാണേണ്ടിയിരുന്നവനോട് പ്രണയമാണെന്ന് പോലും. അവൻ അതൊന്നും ഓർക്കാൻ ഇഷ്ടപ്പെടാത്തതുപോലെ കണ്ണുകൾ അടച്ചു. അവൾ മാത്രമല്ലല്ലോ നന്ദേട്ടാ സ്നേഹിച്ചത്, ഞാനും സ്നേഹിച്ചിട്ടില്ലേ? എത്ര വർഷമായി ഞാൻ നന്ദേട്ടനെ ഈ മനസ്സിലിട്ട് നടക്കാൻ തുടങ്ങിയിട്ട്. എല്ലാവർക്കും മനയ്ക്കൽ തറവാട്ടിലെ ഹരിനന്ദനോട് ആരാധനയായിരുന്നു. അത് പ്രണയമായിരുന്നു എന്നൊക്കെ അവർ കരുതി. പാത്തും പതുങ്ങിയും ദൂരെ നിന്ന് നോക്കി നിന്നു. അവസാനം ഹരിനന്ദൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും തോന്നിയത് നിരാശയായിരുന്നു. അവരൊക്കെ വേറെ വിവാഹവും കഴിച്ചു പോയി. പക്ഷേ എനിക്ക് ജീവൻ പറഞ്ഞു പോകുന്നത് പോലെയാ തോന്നിയത്. ഒരിക്കലും വിടരാൻ കഴിയാതെ ഒരു പൂവ് കൊഴിഞ്ഞു പോകുന്നത് പോലെ. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് എല്ലാ സ്വപ്നങ്ങളും കത്തിച്ചാമ്പലായി ഒന്നുമില്ലാതായി പോകുന്നത് പോലെ. ഞാൻ കരഞ്ഞതുപോലെ നന്ദേട്ടന് വേണ്ടി ആരും കരഞ്ഞിട്ടുണ്ടാകില്ല. ഞാൻ തിന്നതുപോലൊരു വേദന ആരും തിന്നിട്ടുണ്ടാകില്ല. അതെനിക്കുറപ്പാ. ഓരോ കല്യാണാലോചനകൾ വരുമ്പോഴും ഉള്ളിൽ നിറഞ്ഞു നിന്നത് ഈ മുഖമാണ്. മനയ്ക്കൽ തറവാട്ടിലെ പേരക്കുട്ടിയെ മോഹിക്കാനുള്ള ഒരു യോഗ്യതയും അർഹതയും ഇല്ലാതിരുന്നിട്ടും മനസ്സ് എങ്ങനെയോ എപ്പോഴോ സ്നേഹിച്ചു പോയി, വല്ലാതെ ആഗ്രഹിച്ചു പോയി. പക്ഷെ പറയാനോ നേടിയെടുക്കാനോ സ്വന്തമാക്കാനോ ഉള്ള ശക്തിയോ ധൈര്യമോ ഉണ്ടായിരുന്നില്ല. ആരോടും പറഞ്ഞില്ല. എല്ലാം ഉള്ളിലൊതുക്കി നിന്നു. ഓരോ ആലോചന വരുമ്പോഴും അമ്മയും അച്ഛനും ഒത്തിരി കരഞ്ഞു. ഞാനൊന്ന് സമ്മതിക്കാൻ വേണ്ടി. അവർക്ക് വേണ്ടി സമ്മതിച്ചു കൊടുക്കാമെന്ന് കരുതുമ്പോഴേക്കും നെഞ്ചാകെ കീറി മുറിയുന്നൊരു വേദന തോന്നും. ഇയാൾക്ക് വേണ്ടി മാത്രം ജീവിച്ച് മരിക്കാൻ തോന്നുന്നത് പോലെ. മറ്റൊരാളെയും നന്ദേട്ടൻ്റെ സ്ഥാനത്തേക്ക് കാണാൻ പറ്റാത്തതുപോലെ. ഒന്ന് നേരിട്ട് സംസാരിച്ചിട്ട് പോലുമില്ലാത്ത ഒരാൾക്ക് വേണ്ടി എന്തിനാ എൻ്റെ ഹൃദയം ഇത്ര വേദന തിന്നതെന്ന് എനിക്ക് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. പക്ഷേ സ്നേഹിച്ചു പോയി. സ്വത്തും പണവും പാരമ്പര്യവും യോഗ്യതയും അർഹതയും ഒന്നും നോക്കാതെ എൻ്റെ മനസ്സ് അങ്ങ് സ്നേഹിച്ചു പോയി. മറ്റൊരാളുമായി ഒരു ജീവിതമൊന്നും സാധ്യമാകില്ലെന്ന് എപ്പോഴോ മനസ്സിലാക്കി. ആ തിരിച്ചറിവ് വന്നപ്പോൾ പിന്നെ കല്യാണമേ വേണ്ടെന്ന് വെച്ചു. ഒരു ദിവസം കേട്ടു മായ നന്ദേട്ടനെ ചതിച്ചിട്ട് പോയെന്ന്. അന്നും ഞാൻ ഒത്തിരി കരഞ്ഞു. എൻ്റെ കണ്ണീർ കാരണമാണോ നന്ദേട്ടന് ഈ വിധി വന്നതെന്ന് ഓർത്ത്. അറിയാതെ പോലും നിങ്ങൾ തമ്മിൽ പിരിയണമെന്നോ നന്ദേട്ടന് ഈ വിധി വരണമെന്നോ ഒരിക്കൽ പോലും ആഗ്രഹിച്ചിട്ടില്ല. എവിടെയായിരുന്നാലും ആർക്കൊപ്പമായിരുന്നാലും നന്ദേട്ടൻ സന്തോഷമായി ഇരിക്കണമെന്നേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. അവസാനം നന്ദേട്ടൻ്റെ ആലോചന വന്നപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റിയിരുന്നില്ല. അമ്മയും അച്ഛനുമൊക്കെ കരുതിയിരിക്കുന്നത് അവർ പറഞ്ഞതുകൊണ്ട്, അവരുടെ കണ്ണീർ കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചതെന്നാണ്. അല്ല, ഒരിക്കലുമല്ല. അത് നന്ദേട്ടനായതുകൊണ്ടാണ്. നന്ദേട്ടന് പകരം വേറെ ആരായിരുന്നെങ്കിലും ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കില്ലായിരുന്നു. കാരണം എനിക്ക് നന്ദേട്ടനെ സ്നേഹിക്കാനേ പറ്റൂ, നന്ദേട്ടനെ മാത്രം. നന്ദേട്ടൻ അന്ന് ചോദിച്ചില്ലേ എന്താ കല്യാണം ഇതുവരെ കഴിക്കാതിരുന്നതെന്ന്? അതിൻ്റെ ഉത്തരവും കാരണവുമൊക്കെ നന്ദേട്ടൻ തന്നെയാണ്. നന്ദേട്ടനെ സ്നേഹിച്ചു പോയതുകൊണ്ട്, നന്ദേട്ടൻ്റെ സ്ഥാനത്ത് മറ്റാരെയും കാണാൻ പറ്റാത്തതുകൊണ്ട്. നന്ദേട്ടൻ എല്ലാത്തിനും സമയം വേണം, അതുവരെ ഫ്രണ്ട്സ് ആയിരിക്കാം എന്ന് പറഞ്ഞപ്പോൾ സന്തോഷമായിരുന്നു, സമാധാനമായിരുന്നു. എൻ്റേത് മാത്രമാകുമല്ലോ, പതിയെ എന്നെയും സ്നേഹിക്കുമല്ലോ, അത്രയേ ഓർത്തിട്ടുള്ളൂ. എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാൻ ഞാൻ തയ്യാറായിരുന്നു, ഇപ്പോഴും തയ്യാറാണ്. പക്ഷേ ഇന്ന് അപ്പച്ചി അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ, ഇപ്പോഴും മായയെ ഓർത്താണ് നന്ദേട്ടൻ ഇരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ, എന്നെ ഒരിക്കലും സ്നേഹിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ, എൻ്റെ പ്രണയത്തിന് സ്നേഹത്തിന് ഇതിനൊന്നും ഇപ്പോഴും ഒരു വിലയുമില്ലെന്ന് കേട്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല നന്ദേട്ടാ. എൻ്റേതല്ലേ, എൻ്റേത് മാത്രം. എനിക്ക് വേണം നന്ദേട്ടനെ. ഈ മനസ്സിൽ ഞാൻ മാത്രം മതി. മായയും വേണ്ട, ആരും വേണ്ട. നന്ദേട്ടനെ ചതിച്ചിട്ട് പോയവരൊന്നും വേണ്ട. മായയ്ക്ക് അവസരമുണ്ടായിരുന്നു. നന്ദേട്ടൻ ഒരിക്കൽ മായയുടേതായിരുന്നു. പക്ഷേ മായ ഉപേക്ഷിച്ചു പോയപ്പോൾ എൻ്റെ കണ്ണീർ കണ്ട് ദൈവം കൊണ്ടു തന്നതാ നന്ദേട്ടനെ എനിക്ക് മാത്രം. നന്ദേട്ടൻ എൻ്റേതാ, എൻ്റേത് മാത്രം. അതുപോലെ എന്നെയും ഒന്ന് സ്നേഹിക്കാമോ നന്ദേട്ടാ? പ്ലീസ് നന്ദേട്ടാ. ഇല്ലെങ്കിൽ ഞാൻ ചത്തുപോകും. എത്ര വർഷത്തെ കാത്തിരിപ്പാണെന്നറിയോ? എത്ര വർഷത്തെ കണ്ണീരാണെന്നറിയോ? എല്ലാം കഴിഞ്ഞ് എൻ്റെ സ്വന്തമായതാ. എന്നിട്ട് ഇപ്പോഴും
എന്നെ ഒന്ന് സ്നേഹിക്കാമോ നന്ദേട്ടാ? പറഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ നെഞ്ചോട് ഒന്നുകൂടി ചേർന്നു. അവളുടെ കൈകൾ അവനെ ഇറുക്കെ പുണർന്നു. അവളുടെ ഉടൽ വിറയ്ക്കുന്നുണ്ടായിരുന്നു. കണ്ണുകളിൽ നിന്ന് ചുടു കണ്ണീർ വീണ് അവൻ്റെ നെഞ്ചാകെ ചുട്ടുപൊള്ളി. പക്ഷേ അവൾ പറഞ്ഞതെല്ലാം ഒരു ഞെട്ടലോടെയാണ് നന്ദൻ കേട്ടത്. ശ്വാസം വിടാൻ പോലും അവൻ മറന്നുപോയിരുന്നു. അവൾ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ അവന് ഹൃദയം നിലച്ചതുപോലെ തോന്നിപ്പോയി. അവനതൊരു അത്ഭുതമായിരുന്നു. ദേവ തന്നെ സ്നേഹിച്ചിരുന്നുവെന്ന്, താൻ കാരണമാണ് അവൾ ഇത്രയും കാലം വിവാഹം കഴിക്കാതിരുന്നതെന്ന്, ഒരേ നാട്ടിലായിരുന്നിട്ടും തന്നെ ഇത്രമാത്രം അവൾ സ്നേഹിച്ചിട്ടും താൻ അറിയാതെ പോയല്ലോ. ഇതൊന്നും അവന് ചിന്തിക്കാൻ പോലും പറ്റുന്നതായിരുന്നില്ല. സ്വപ്നത്തിൽ പോലും അവൻ ഇങ്ങനെയൊന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. താൻ സ്നേഹിക്കുന്ന പെണ്ണ് തന്നേക്കാൾ മുൻപ് തന്നെ സ്നേഹിച്ചിരിക്കുന്നു. അവൻ്റെ കണ്ണുകളും നിറഞ്ഞൊഴുകി. അവൻ്റെ കൈകളുടെ മുറുക്കം കൂടി. അവൻ അവളെ കൂടുതൽ ശക്തിയിൽ ഇറുക്കെ പുണർന്നു തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. മതി, മതി കരഞ്ഞത്, ഇനി കരയേണ്ട പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ മുഖമൊന്ന് ഉയർത്തി. കരഞ്ഞത് മതി ദേവാ, ഇനിയും ഇങ്ങനെ കരയല്ലേ പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ നെറ്റിയിൽ പതിയെ ചുണ്ടു ചേർത്തു. അവൻ്റെ ആദ്യ ചുംബനം. ആ ചുംബനത്തിൽ അവൻ്റെ കണ്ണീര് കൂടി കലർന്നിരുന്നു. അവൾ ഞെട്ടിപ്പോയി. എങ്കിലും അവളുടെ കണ്ണുകൾ വിടർന്നിരുന്നു. ചുണ്ടിൽ കണ്ണീരിൽ നനഞ്ഞൊരു പുഞ്ചിരിയും ഉണ്ടായിരുന്നു. അപ്പച്ചി പറഞ്ഞതൊന്നും എൻ്റെ മോള് കാര്യമാക്കേണ്ട. എൻ്റെ മനസ്സിൽ ഇപ്പോൾ നീയേയുള്ളൂ, നീ മാത്രം. മായയെക്കുറിച്ച് ഞാൻ ഓർക്കുന്നു പോലുമില്ല. ഇന്നാണ് മായ എന്നെ ചതിച്ചു പോയതെന്ന് പോലും എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. സത്യം, അതൊന്നും ഓർക്കാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് നീ മതി, നിനക്ക് ഞാനും പറഞ്ഞുകൊണ്ട് അവൻ അവളെ ഒന്നുകൂടി അവൻ്റെ നെഞ്ചിലേക്ക് അമർത്തിപ്പിടിച്ചു. അവളുടെ കൈകളും അവനെ ഒന്നുകൂടി മുറുക്കെ പുണർന്നു. അതേ ഭാര്യയെ, എനിക്കുണ്ടല്ലോ, എനിക്കിപ്പോൾ ഭർത്താവാകാൻ തോന്നുന്നുണ്ട്. അവളുടെ കാതിലേക്ക് മുഖം ചേർത്തുകൊണ്ട് അവൻ പറഞ്ഞതും അവൻ്റെ ചുടുശ്വാസമേറ്റ് അവളൊന്ന് കുളിർന്നു വിറച്ചു. കരഞ്ഞു വീർത്ത അവളുടെ മുഖം ഒരൊറ്റ നിമിഷം കൊണ്ട് നാണം കൊണ്ട് ചുവന്നു തുടുത്തു. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ മുഖം അമർത്തി വെക്കുമ്പോൾ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അവനൊന്ന് ചിരിച്ചു കളഞ്ഞു. അവളെ മയക്കുന്ന അതേ ചിരി.